കേരളത്തിൻ്റെ വടക്കൻ ജില്ലയിലുള്ള ഒരു പ്രദേശം. ഇവിടെ രാഷ്ട്രീയം വെറുമൊരു മത്സരമല്ല, ഒരു ചരിത്രമാണ്. കണ്ണൂർ ജില്ലയുടെ ഹൃദയഭാഗത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണയിച്ച ഒരു മണ്ഡലം, ധർമ്മടം. 2008 രൂപം കൊണ്ട ഈ മണ്ഡലം ഇന്നറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്, മുഖ്യമന്ത്രിയുടെ മണ്ഡലം. 2016 മുതൽ ഈ മണ്ണിനെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് ഏപ്രിൽ 9, 2026. വോട്ടെണ്ണൽ മെയ് 4, 2026. ഒരു ചോദ്യം മാത്രം ബാക്കി: പിണറായി വിജയൻ വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമോ, അതോ പ്രതിപക്ഷ നേതാവാകുമോ? അതിന്റെ ഉത്തരമറിയാൻ കാത്തിരിക്കാം മെയ് 4 വരെ. കേരള നിയമസഭയിലെ 140 മണ്ഡലങ്ങളിൽ ഒന്നാണ് 12ാം നമ്പർ മണ്ഡലമായ ധർമ്മടം. ജില്ല കണ്ണൂർ, ലോക്സഭാ മണ്ഡലം കണ്ണൂർ. 2008 ഡീലിമിറ്റേഷൻ നടപടികളുടെ ഭാഗമായി പഴയ എടക്കാട് മണ്ഡലത്തിന്റെ ഭാഗങ്ങളും തലശ്ശേരി പ്രദേശവും ചേർന്നാണ് ധർമ്മടം രൂപം കൊണ്ടത്. 2021 കണക്കുകൾ പ്രകാരം ഇവിടുത്തെ മൊത്തം വോട്ടർമാർ 1,93,486. മണ്ഡലത്തിൽ ഏകദേശം 139 പോളിംഗ് ബൂത്തുകൾ. ഓരോ ബൂത്തും ഓരോ രാഷ്ട്രീയ കഥകളുടെ സാക്ഷി. 8 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ധർമ്മടം നിയമസഭാ മണ്ഡലം. ധർമ്മടം, പിണറായി, വെങ്ങാട്, കടമ്പൂർ, ചെമ്പലോട്, മുഴുപ്പിലങ്ങാട്, പെരളശ്ശേരി, അഞ്ചരക്കണ്ടി. ഓരോ പഞ്ചായത്തിനും വ്യത്യസ്ത സാമൂഹികവും രാഷ്ട്രീയവുമായ സ്വഭാവമുണ്ട്. ധർമ്മടം കടൽ തീരപ്രദേശം, ശക്തമായ ഇടതുപക്ഷ പിന്തുണ. പിണറായി മുഖ്യമന്ത്രിയുടെ ജന്മനാട്. വെങ്ങാട് മിശ്ര രാഷ്ട്രീയ പ്രവണത. കടമ്പൂർ, ചെമ്പലോട് മത്സരാധിഷ്ഠിത പ്രദേശങ്ങൾ. മുഴുപ്പിലങ്ങാട് ടൂറിസം കേന്ദ്രം. പെരളശ്ശേരി ക്ഷേത്ര സംസ്കാരത്തിൻ്റെ നാട്. അഞ്ചരക്കണ്ടി കൃഷിയും പ്ലാന്റേഷൻ മേഖലയുമുള്ള പ്രദേശം. ധർമ്മടം എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേക പ്രാധാന്യം നേടിയത് ഒരു നേതാവിലൂടെയാണ്, പിണറായി വിജയൻ. പിണറായി ഗ്രാമത്തിൽ നിന്നുള്ള ഈ നേതാവ് കേരളത്തിലെ ഏറ്റവും ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. 2016 മുതൽ ധർമ്മടം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രമായി മാറി. അതോടെ ഈ മണ്ഡലം കേരള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി. ധർമ്മടം മണ്ഡലത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2011. വിജയ് KK നാരായണൻ, CPM. നേടിയ വോട്ടുകൾ 72,354. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ മമ്പറം ദിവാകരൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നിട്ടും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ക്രിക്കറ്റ് ബാറ്റായിരുന്നു അദ്ദേഹത്തിന്റെ ചിഹ്നം. KPCC അധ്യക്ഷന്റെ കത്ത് സമയത്തിന് ഹാജരാക്കാത്തതുകൊണ്ട് മമ്പറം ദിവാകരനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചത്. മമ്പറം ദിവാകരൻ 57,192 വോട്ടുകൾ നേടി. അദ്ദേഹത്തിനൊരു അപരനുണ്ടായിരുന്നു, കുന്നുംപുറം ദിവാകരൻ. മമ്പറം, കുന്നുംപുറം വ്യത്യാസം തിരിച്ചറിയാൻ വോട്ടർമാർക്ക് കഴിഞ്ഞതുകൊണ്ട് ഗ്ലാസ് ടംബ്ലർ ചിഹ്നത്തിൽ മത്സരിച്ച അപരൻ കുന്നുംപുറം ദിവാകരന് 871 വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അന്നും അവിടെ താമരയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. 4,963 വോട്ടുകൾ നേടിയ CP സംഗീതിയായിരുന്നു BJP സ്ഥാനാർത്ഥി. അങ്ങനെ KK നാരായണൻ 15,162 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇതാണ് ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ ആദ്യ ജയം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ധർമ്മടം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ തെരഞ്ഞെടുപ്പ്. പിണറായി വിജയൻ ഇവിടെ നിന്ന് മത്സരിച്ചു. ഫലം: പിണറായി വിജയൻ 87,329 വോട്ടുകൾ നേടി. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മമ്പറം ദിവാകരൻ 50,424 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മോഹനൻ മനന്തേരി. അദ്ദേഹം 12,763 വോട്ട് നേടി. പിണറായി വിജയന്റെ വിജയ മാർജിൻ 36,905 വോട്ടുകൾ. ഇവിടെ തുടങ്ങുന്നു പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്ര.
2016 മെയ് 25 ബുധനാഴ്ച. സമയം വൈകിട്ട് 4 മണി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുചടങ്ങിൽ പിണറായി വിജയൻ കേരളത്തിന്റെ 12ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ധർമ്മടം വീണ്ടും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായി തുടർന്നു. ഫലം: പിണറായി വിജയൻ 95,522 വോട്ടുകൾ നേടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സി രഘുനാഥൻ 45,399 വോട്ടും BJPയിലെ CK പത്മനാഭൻ 14,623 വോട്ടും നേടി. പിണറായി വിജയന്റെ വിജയ മാർജിൻ 50,121 ഉയർന്നു. വോട്ടിംഗ് ശതമാനം 82.82. 2011 K. നാരായണൻ 15,162 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. 2016 പിണറായി വിജയന്റെ ഭൂരിപക്ഷം 36,905. 2021 പിണറായി വിജയന്റെ ഭൂരിപക്ഷം 50,123. ഒരു വ്യക്തമായ പ്രവണത. മാർജിൻ ഓരോ തിരഞ്ഞെടുപ്പിലും ഉയർന്നുകൊണ്ടേയിരുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ധർമ്മടം എന്ന നിയമസഭാ മണ്ഡലം. 2014 CPMലെ PK ശ്രീമതി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 2024 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ K. സുധാകരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ധർമ്മടത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഗ്രാമപഞ്ചായത്തുകളാണ്. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF 53% വോട്ട് നേടി. UDF 35%, NDA 9%, മറ്റുള്ളവർ 3% വോട്ടുകൾ നേടി. പിണറായി ധർമ്മടം വെങ്ങാട് പഞ്ചായത്തുകളിൽ LDF ശക്തമായ മുന്നേറ്റം നിലനിർത്തി. എന്നാൽ കടമ്പൂർ ചെമ്പലോട് മേഖലകളിൽ UDF മത്സരാധിഷ്ഠിത നിലപാട് തുടരുന്നു. ധർമ്മടത്തിന്റെ പ്രധാന പ്രത്യേകതകൾ: ശക്തമായ ഇടതുപക്ഷ അടിത്തറ, ഉയർന്ന പോളിംഗ് ശതമാനം, ശക്തമായ പാർട്ടി ഘടന. ധർമ്മടം മണ്ഡലം 2008 മാത്രമാണ് രൂപം കൊണ്ടത്. മുഖ്യമന്ത്രിയുടെ ജന്മനാടായ പിണറായി ഈ മണ്ഡലത്തിലാണ്. മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് ഏഷ്യയിൽ ഏറ്റവും നീളം കൂടിയ ബീച്ച്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി വീണ്ടും പിണറായി വിജയൻ മത്സര രംഗത്തെത്തിക്കഴിഞ്ഞു. വോട്ടെടുപ്പ് 2026 ഏപ്രിൽ 9 വ്യാഴാഴ്ച. വോട്ടെണ്ണൽ 2026 മെയ് 4 തിങ്കളാഴ്ച. ധർമ്മടം ഒരു സാധാരണ നിയമസഭാ മണ്ഡലമല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ വ്യത്യസ്തമായ ചില അടയാളങ്ങൾ പതിപ്പിച്ച രാഷ്ട്രീയ ഭൂമിക. ഇവിടെ നിന്നാണ് ഒരു നേതാവ് ഉയർന്നു വന്നത്. ഒരു ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര കേരളത്തിന്റെ ഭരണകേന്ദ്രത്തിലേക്ക് എത്തിയ കഥ ഇവിടെ തുടങ്ങി. അധികാരത്തിന്റെ വഴിയും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചൂടും അനുഭവിച്ച പ്രദേശം. അതെ, ഇപ്പോൾ വീണ്ടും ചരിത്രത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ് ധർമ്മടം. ഏപ്രിൽ 9 ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. മെയ് 4 സമ്മതിദാനാവകാശത്തിന്റെ വിധി ജനങ്ങൾ അറിയും. ഒരു ചോദ്യം മാത്രം: ധർമ്മടം വീണ്ടും ഒരു മുഖ്യമന്ത്രിയെ സമ്മാനിക്കുമോ, അതോ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമാവുമോ? ആ ഉത്തരത്തിനായി കേരളം മുഴുവൻ കാത്തിരിക്കുന്നു മെയ് 4 വരെ.